സംസ്ഥാന സ്കൂൾ കലോത്സവ ലഹരിയിൽ ആറാടി ചേലക്കര. കലോത്സവ ജേതാക്കൾക്കുള്ള സ്വർണ്ണക്കപ്പിന് ആയിരങ്ങൾ അണിനിരന്ന ഉജ്ജ്വല സ്വീകരണമാണ് നിയോജകമണ്ഡലത്തിൽ നൽകിയത്. പഞ്ചവാദ്യത്തിൻ്റെയും വിവിധ കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ നടന്ന ഘോഷയാത്ര ചേലക്കരയെ ആവേശത്തിൽ ആഴ്ത്തി. UR പ്രദീപ് MLA സ്വർണ്ണക്കപ്പിന് ഔദ്യോഗിക സ്വീകരണം നൽകി. കേരള സ്കൂൾ കലോത്സവത്തിന്റെ ആവേശം വാനോളമുയർത്തിയാണ് സ്വർണ്ണക്കപ്പ് ചേലക്കരയിലെത്തിയത്. പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നിന്നും ആരംഭിച്ച ഘോഷയാത്രയിൽ കലാമണ്ഡലം സുകുമാരനും സംഘവും ഒരുക്കിയ 5 പെൺകുട്ടികളുടെ കഥകളി രൂപങ്ങളും പഞ്ചവാദ്യവും വിവിധ വേഷങ്ങളിട്ട വിദ്യാർത്ഥികളും മാറ്റുകൂട്ടി. UR പ്രദീപ് MLAയുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും അധ്യാപകരും രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകരും ഘോഷയാത്രയിൽ അണിനിരന്നു. ഘോഷയാത്ര SMT ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തിയതോടെ പ്രൗഢഗംഭീരമായ സ്വീകരണ ചടങ്ങുകൾക്ക് തുടക്കമായി. തൃശ്ശൂർ ജില്ലയ്ക്കകത്ത് അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ല ഈ കപ്പിനെ വീണ്ടും സ്വന്തമാക്കുക എന്ന് മാത്രമല്ല, ചേലക്കരയിൽ നിന്ന് പങ്കെടുക്കുന്ന കുട്ടികളിൽ അവർക്കും ഒരു ആവേശം ഉണ്ടാക്കണം എന്നതുകൊണ്ടാണ് ഇത്രയധികം ഉത്സവത്തിനെ പോലുള്ള ഒരു അന്തരീക്ഷമാക്കി ഇതിനെ മാറ്റിയെടുത്തത്. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KR മായ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P പ്രശാന്തി മുഖ്യ അതിഥിയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ VM ബുഷറ, നീന സാജൻ, സത്യൻ KR, ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ, തിരുവുല്ലാമല പഞ്ചായത്ത് പ്രസിഡന്റ് P കൃഷ്ണപ്രസാദ്, പഴയന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സജിത മുരളി, കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK സത്യഭാമ, പാഞ്ഞാൾ പഞ്ചായത്ത് പ്രസിഡന്റ് സന്ദീപ് കോനനാത്ത്, വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് UB കണ്ണൻ, ദേശമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ ടീച്ചർ എന്നിവരും വിവിധ ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. വിദ്യാഭ്യാസ മേഖലയിലെ പ്രമുഖരായ ADPI ഗിരീഷ് ചോലയിൽ, ചാവക്കാട് DEO രാധ T, വടക്കാഞ്ചേരി AEO ഷീജ കുനിയിൽ എന്നിവരും സംസാരിച്ചു. സ്വർണ്ണക്കപ്പിനൊപ്പം ഫോട്ടോ എടുക്കുവാനും കപ്പിനെ അടുത്തു കാണുവാനുമായി വൻ ജനത്തിരക്കാണ് സ്കൂൾ പരിസരത്ത് അനുഭവപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, മണ്ണും മനസ്സും കണ്ണും നിറയുന്ന കാഴ്ചകൾക്ക് ചേലക്കരയുടെ തിരുമുറ്റം സാക്ഷിയാവുകയാണ്.